എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളുടെ പേരൻസും ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ്. അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കാറ്റഗറി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാസ്റ്റ്, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക് എന്നിവ തെറ്റിയത് കാരണം സ്കൂളിൽ നിന്നും അഡ്മിഷൻ തന്നിട്ടില്ല. അതായത് ഇതിൽ ഏതെങ്കിലും തെറ്റിയതുകൊണ്ട് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യുക? അതായത് എൻ്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മകന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി അഡ്മിഷനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പറയാം. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാതിരിക്കാനുള്ള കാരണം എന്ന് കൂടി പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അഡ്മിഷൻ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വാക്കൻസിയുള്ള സീറ്റുകളിലേക്ക് അതുവരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുവരെ ഒരു കോട്ടയിലും അഡ്മിഷൻ നേടാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട്, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു കാസ്റ്റിൻ്റെ കാറ്റഗറി, അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് തെറ്റായിട്ട് ആഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ താലൂക്ക്, അതുപോലെ നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണോ തെറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ വാക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അപേക്ഷയിലെ ഓപ്ഷനുകൾ റിമൂവ് ആവുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളും കോഴ്സുകളും ഓപ്ഷൻസായിട്ട് നൽകേണ്ടതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്താണ് തെറ്റ് വന്നിട്ടുള്ളത് ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തുന്നതിനും അതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുന്നതിനും, അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടും തെറ്റൊന്നുമില്ല എന്നാൽ മാർക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ച സ്കൂളിൽ നിങ്ങൾക്ക് അതായത് അവിടെ സ്കൂളിൽ ആ ഒരു സീറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. അതായത് ആ ഒരു സ്കൂളിൽ നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാരണം കൊണ്ട് ഈ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ തെറ്റുകൾ തിരുത്താൻ സാധിക്കും. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ ആവശ്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു VHSCയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. VHSC എന്ന് പറഞ്ഞാൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ് VHSCയുടെ വെബ്സൈറ്റ്. ഇനി വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റ് വന്നതുകൊണ്ട് അഡ്മിഷൻ നൽകാത്തത് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും യാതൊരു കാരണവശാലും അഡ്മിഷൻ നൽകാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളത് കൃത്യമായിട്ട് ICT സെൽ, അതായത് എല്ലാ സ്കൂളുകളുടെ പ്രിൻസിപ്പാൾമാർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിലെ തെറ്റുകൾ, അതായത് അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റുകൾ ആയതുകൊണ്ട് അഡ്മിഷൻ നൽകാത്തത്. അപ്പോൾ അത് സ്കൂൾ പ്രിൻസിപ്പാൾമാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് അതിൽ സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് അതിൽ തെറ്റുകളൊന്നും വരുത്തരുത്. അതുപോലെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ അവസരം നൽകിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യാത്തത് കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പ്രോബ്ലം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ നൽകി നിങ്ങളുടെ അപേക്ഷ നൽകിയാൽ മതി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ചെയ്യുമ്പോഴായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അപേക്ഷ എഡിറ്റ് ചെയ്താൽ മതി. കാരണം ഒരു തവണ മാത്രമാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പറ്റുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അപേക്ഷയിൽ തെറ്റുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം മാത്രം എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി എന്ന് പറയുന്നത്. കാരണം പല വിദ്യാർത്ഥികളും അറിയാതെയൊക്കെ കൺഫർമേഷനൊക്കെ ചെയ്തു പോയിട്ട് പിന്നീട് ബുദ്ധിമുട്ട് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം.
ഇനി വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപേക്ഷയിൽ ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന തരത്തിൽ ഇങ്ങനെ തെറ്റുകൾ വരുന്നത് എന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കാറ്റഗറി തെറ്റായത് കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടാത്തതെന്ന് പറയാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ETB എന്നാണെന്ന് വിചാരിക്കുക. അതായത് ഈവ ബില്ലാത്തില്ല, അതായത് ഈവ തീയ ബില്ലാവ എന്നുള്ള ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് കുറച്ച് വിഭാഗം കൂടി ETB കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ കാറ്റഗറി എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കാറ്റഗറി ആയിട്ട് അറിയാതെ കൊടുത്തു പോയത് SC ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് ലഭിച്ച അലോട്ടഡ് കാറ്റഗറി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ രണ്ടാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ ഏതിലാണ് കിട്ടിയത് അതനുസരിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ETB ആണ് ഒറിജിനൽ, എന്നാൽ SC ആണ് കൊടുത്തത്. എന്നാൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെന്ന് വിചാരിക്കാം. ജനറൽ കാറ്റഗറിയിലാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ എനിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ തരും. അതേസമയം എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ടഡ് കാറ്റഗറി എന്ന് പറയുന്നത് SC ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം ഇത് അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എൻ്റെ ഒറിജിനൽ കാറ്റഗറി ETB ആണ്, എന്നാൽ ഞാൻ അറിയാതെ കൊടുത്തത് SC ആണ്. എന്നാൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ടഡ് കാറ്റഗറി എന്ന് പറയുന്നത് SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റിസർവ് സീറ്റിലാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ SC വിഭാഗത്തിലല്ല ETB വിഭാഗത്തിൽ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ അഡ്മിഷൻ ലഭിക്കാത്തത്. അതേസമയം ഇവിടെ ജനറൽ ആണെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ കാരണം ജനറൽ കാറ്റഗറിയിൽ എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ SC കാറ്റഗറിയിലാണ് കിട്ടിയതെങ്കിൽ എനിക്ക് അഡ്മിഷൻ സ്കൂളിൽ നിന്ന് തരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി തെറ്റിയതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്തത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് ഈ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതേസമയം നിങ്ങൾ തെറ്റായി കൊടുത്ത കാറ്റഗറിയിൽ ആ ഒരു അലോട്ടഡ് സീറ്റിലാണ്, അത് അലോട്ടഡ് കാറ്റഗറി ആ ഒരു തെറ്റായി കൊടുത്ത കാറ്റഗറിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് അലോട്ടഡ് കാറ്റഗറി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്കാണ്, ലിങ്കല്ല ജസ്റ്റ് അതിലെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അലോട്ടഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഈവ തീയ ബില്ലാവ എന്നുള്ളതാണ്. അത് ETB കാറ്റഗറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ETB കാറ്റഗറിയിൽ ആണ്, എൻ്റെ കാറ്റഗറി ഒറിജിനൽ ETB ആണെങ്കിൽ എനിക്കിവിടെ ETB കാറ്റഗറിയിലാണ് കിട്ടിയതെങ്കിൽ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ജനറൽ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ കൂടി എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അതേസമയം ഞാൻ ETB ആണ് എന്നാൽ SC ആണ് അറിയാതെ കൊടുത്തത്. ഇവിടെ അലോട്ടഡ് കാറ്റഗറി ഭാഗത്ത് SC ആണ് വരുന്നതെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അതേസമയം ജനറൽ കാറ്റഗറി ആണെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ ആണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ETB ആണെന്ന് വിചാരിക്കാം. ഞാൻ അറിയാതെ SC ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ എനിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. കാരണം അലോട്ടഡ് കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ജനറൽ കാറ്റഗറിയിലാണ് കിട്ടിയത് കൊണ്ട് തന്നെ അത് എൻ്റെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് SC എന്ന് കൊടുത്തത് എൻ്റെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അതേസമയം എനിക്കിവിടെ SC എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം എൻ്റെ ഒറിജിനൽ ETB എന്നുള്ളത് കാറ്റഗറി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് കാറ്റഗറി തെറ്റിക്കഴിഞ്ഞാൽ ജനറൽ വിഭാഗം ആണെങ്കിൽ അഡ്മിഷൻ, അലോട്ടഡ് കാറ്റഗറി ജനറൽ ആണെങ്കിൽ അഡ്മിഷൻ കിട്ടും. ജനറൽ അല്ല ഞാൻ തെറ്റായി കൊടുത്ത കാറ്റഗറി ആണെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. ഇത്രയുമാണ് അലോട്ടഡ് കാറ്റഗറി ഭാഗത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഇനി എൻ്റെ പഞ്ചായത്ത് തെറ്റിയത് കാരണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ തന്നെ താലൂക്ക് എന്നിവ തെറ്റിയത് കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ എൻ്റെ താലൂക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്, അതായത് തിരുവനന്തപുരം താലൂക്കാണെന്ന് വിചാരിക്കുക. തിരുവനന്തപുരം താലൂക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം താലൂക്ക് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കാറ്റഗറി അതായത് ഞാൻ കൊടുത്ത ആ ഒരു താലൂക്ക് എന്ന് പറയുന്നത് വേറൊരു താലൂക്കാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ ഒറിജിനൽ താലൂക്ക് തിരുവനന്തപുരം ആണെങ്കിൽ ഞാൻ കൊടുത്തത് കോഴിക്കോട് താലൂക്കാണെന്ന് വിചാരിക്കാം. അറിയാതെ തെറ്റിപ്പോയി, അറിയാതെ കോഴിക്കോടാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് ആ ഒരു തിരുവനന്തപുരത്തെ ഏത് സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് യാതൊരുവിധ അഡ്മിഷനായിട്ട് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ഈ ഒരു താലൂക്കിന് ബോണസ് പോയിൻ്റ് ഉണ്ട്. എന്നാൽ ഞാൻ കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ആയിരുന്നില്ല, അറിയാതെ കോഴിക്കോടാണ് കൊടുത്തു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അഡ്മിഷന് അതായത് ബോണസ് പോയിന്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്കവിടെ ബോണസ് പോയിന്റ് താലൂക്കിന് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്കവിടെ അഡ്മിഷൻ നേടുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകത്തില്ല. അതേസമയം ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് എ എന്ന
താലൂക്കിലാണ് ഞാൻ താമസിക്കുന്നത്. എന്നാൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു രീതിയിൽ, അതായത് ബി എന്നൊരു താലൂക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് എ എന്ന താലൂക്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിഷനെ ബാധിക്കുന്നില്ല. കാരണം എ എന്ന താലൂക്ക് ഞാൻ അറിയാതെ, അതായത് ബി എന്ന താലൂക്കാണ് എൻ്റേതെങ്കിൽ എ എന്ന താലൂക്കിൽ കൊടുത്ത ശേഷം എനിക്ക് എ എന്ന ആ ഒരു താലൂക്കിലെ സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ മാത്രമാണ് പ്രോബ്ലം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഒറിജിനലായിട്ട് എൻ്റെ താലൂക്ക് വരുന്നത് ബി ആണെങ്കിൽ എ എന്ന താലൂക്കിൽ എനിക്ക് ബോണസ് പോയിന്റ് അറിയാതെ എ എന്ന ആ ഒരു താലൂക്ക് ഞാൻ കൊടുത്തത് കാരണം എനിക്ക് അവിടെ ബോണസ് പോയിന്റ് കിട്ടുകയും അതുപോലെ തന്നെ അവിടെ എനിക്ക് ബോണസ് പോയിന്റ് കിട്ടിയത് കാരണം ആ ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ, ആ ഒരു എ എന്ന താലൂക്കിലെ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അത് അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റായതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്നും അഡ്മിഷൻ നൽകാതിരിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് എ എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് തിരുവനന്തപുരം പഞ്ചായത്ത് എന്ന് പറയാം. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഉണ്ടോ എന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ ഉദാഹരണത്തിന് പറയുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം ഈ ഒരു പഞ്ചായത്താണെന്ന് വിചാരിക്കാം. അപ്പോൾ തിരുവനന്തപുരം പഞ്ചായത്താണ് എൻ്റേതെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ നെയ്യാറ്റിൻകര ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭയുടെ ആ ഒരു അറിയാതെ ഞാൻ നെയ്യാറ്റിൻകര എന്നാണ് എൻ്റെ താലൂക്കല്ല പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നുള്ള ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഒറിജിനൽ തിരുവനന്തപുരമാണ്, എന്നാൽ നെയ്യാറ്റിൻകരയാണ് ഞാൻ അറിയാതെ കൊടുത്തത്. അപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് നെയ്യാറ്റിൻകരയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിനാണ് ഈ ഒരു സ്ഥലപ്പേര് പറയുന്നത്, അല്ലാതെ ഒറിജിനലായിട്ട് അവിടെ സ്കൂളുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് നെയ്യാറ്റിൻകരയിൽ ഒരു എന്ന സ്കൂളിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഞാൻ എൻ്റെ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നെയ്യാറ്റിൻകരയായിരുന്നു. എന്നാൽ ആ ഒരു നെയ്യാറ്റിൻകരയിലെ സ്കൂളിൽ തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ ആ ഒരു പഞ്ചായത്ത് മാറ്റം ആയതുകൊണ്ട് തന്നെ എനിക്കവിടെ അഡ്മിഷൻ തരത്തില്ല. കാരണം പഞ്ചായത്തിനൊക്കെ ബോണസ് പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിലുള്ള സ്കൂൾ ആണെങ്കിൽ അവിടെ ബോണസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് ബോണസ് പോയിൻ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ട് എനിക്ക് അവിടെ അഡ്മിഷൻ തരത്തില്ല. കാരണം WGPA എന്ന് അതായത് ഈ ഒരു WGPA കണക്കാക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ഈ ഒരു പഞ്ചായത്ത്, താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതിനൊക്കെ ബോണസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. WGPA നോക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ്, റാങ്ക് ലിസ്റ്റ് മുഖാന്തരമാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചായത്ത് തെറ്റിയത് കാരണം അഡ്മിഷൻ ലഭിക്കാത്തത്. അപ്പോൾ ചുരുക്കിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് നമ്മുടെ ശരിയായ പഞ്ചായത്തിന്, അതായത് ശരിയായ പഞ്ചായത്തിൻ്റെ പേരിന് പകരം തെറ്റായിട്ടുള്ള ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ ആ ഒരു തെറ്റായ പഞ്ചായത്തിലെ സ്കൂളിലാണ് എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം ഞാൻ മറ്റൊരു പഞ്ചായത്താണ്, എന്നാൽ ഞാൻ തെറ്റായിട്ട് എൻ്റെ പഞ്ചായത്തായിട്ട് ആ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് അറിയാതെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് അവിടെ ബോണസ് പോയിന്റ് കിട്ടുന്നത് കൊണ്ട് ഞാൻ തെറ്റായിട്ട് കൊടുത്ത വിവരങ്ങൾ കാരണം എനിക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചായത്ത് നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് തെറ്റായിട്ട് കൊടുത്തത് കാരണം ആ ഒരു തെറ്റായിട്ടുള്ള പഞ്ചായത്തിലെ സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ ബാധിക്കും. അതേസമയം നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൊടുത്തു, എന്നാൽ ആ ഒരു പഞ്ചായത്തിലെ സ്കൂളിലല്ല നിങ്ങൾക്ക് മറ്റൊരു പഞ്ചായത്തിലെ സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അത് അലോട്ട്മെൻറ്റിനെ യാതൊരു കാരണവശാലും ബാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പോൾ എ എന്നൊരു പഞ്ചായത്ത് എന്ന് വിചാരിക്കാം, അതുപോലെ തന്നെ ബി എന്നൊരു പഞ്ചായത്ത് എന്ന് വിചാരിക്കാം. ഇതിൽ എൻ്റെ ഒറിജിനൽ പഞ്ചായത്ത് എ ആണ്, ബി അല്ല. എന്നാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് ബി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അപേക്ഷയിൽ കൊടുത്തത്. എനിക്ക് ബി എന്ന പഞ്ചായത്തിൽ ഈ ഒരു സി എന്ന ഒരു സ്കൂളിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ എനിക്കിവിടെ ബോണസ് പോയിന്റ് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ പെട്ടെന്ന് കിട്ടാനായിട്ട് സാധ്യത വരും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ, അതായത് ഈ ഒരു ബി എന്ന ആ ഒരു പഞ്ചായത്തിലെ സി എന്ന സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ തരുന്നതല്ല. അതേസമയം ഞാനിപ്പോൾ ബി എന്ന പഞ്ചായത്താണ് ഇവിടെ എൻ്റെ അപേക്ഷയിൽ കൊടുത്തത്, എന്നാൽ എൻ്റെ ഒറിജിനൽ പഞ്ചായത്ത് എ ആണ്. എന്നാൽ എ എന്ന പഞ്ചായത്തിലെ ഒരു സ്കൂളിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തായിട്ട് ബി എന്നാണ് കൊടുത്തത്, എന്നാൽ ഒറിജിനൽ പഞ്ചായത്ത് എ ആണ്. അപ്പോൾ ഇത് അലോട്ട്മെൻറ്റിനെ യാതൊരു കാരണവശാലും ഈ ഒരു കാര്യം ബാധിക്കുന്നില്ല. കാരണം എൻ്റെ അപേക്ഷയിൽ ബി എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും എൻ്റെ ഒറിജിനൽ എ എന്ന പഞ്ചായത്താണ്. എന്നാൽ എനിക്കിവിടെ ബോണസ് പോയിന്റ് തെറ്റായത് കൊടുത്തത് കാരണം ബോണസ് പോയിന്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്നില്ല.
അതായത് അലോട്ട്മെൻറ്റിനെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും സ്കൂളിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് തെറ്റായിട്ടുള്ള ബോണസ് പോയിന്റ് ലഭിക്കാനായിട്ട് അർഹതയുണ്ടാകുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് നൽകുകയും ആ തെറ്റായിട്ട് നൽകിയ വിവരങ്ങൾ കാരണം എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടായി അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ അഡ്മിഷൻ നൽകുന്നത് ആയിരിക്കില്ല. എന്നാൽ അപേക്ഷയിൽ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന തെറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിലേക്കായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയാൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കാരണം തെറ്റായിട്ടുള്ള പഞ്ചായത്ത് നൽകിയത് കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയത് തെറ്റായിട്ട് നൽകിയിട്ടുള്ള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ നിഷേധിച്ചത്. നിങ്ങൾ മറ്റൊരു പഞ്ചായത്തിൽ, അതായത് നിങ്ങൾ തെറ്റായിട്ട് നൽകിയിട്ടുള്ള പഞ്ചായത്തിലല്ല മറ്റൊരു പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.